മാരിയമ്മൻ ജനിച്ച് എങ്ങനെയാണെന്നുള്ളത് ഒരു ചെറിയ വിവരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ പേര് ഷൺമുഖൻ എന്നാണ്. പാലക്കാട് ജില്ലയിലെ പല്ലഞ്ചാത്തന്നൂരാണ് സ്ഥലം. ആദി കൈലാസത്തിൽ ശിവനും പാർവതിയും വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയം പന്ത്രണ്ട് കടലും കടന്ന് പളുങ്ക് വർണ്ണ പാറയും പഞ്ചവർണ്ണ പുറ്റുമുണ്ട്. ആ പഞ്ചവർണ്ണ പുറ്റിൽ നാഗലോക പട്ടണം എന്നൊരു സ്ഥലത്ത് നാഗരാജാവും നാഗകന്യയും താമസിക്കുന്നു. 12 വർഷമായി ഈ നാഗലോക പട്ടണത്തിൽ മഴ പെയ്യുന്നില്ല. മഴ പെയ്യുന്നതിന് വേണ്ടിയും അതിലുപരി 50 വർഷമായി ഈ നാഗരാജാവിനും നാഗകന്യയ്ക്കും കുട്ടികളില്ലാതെ വളരെ വിഷമിച്ച് അവർ വളരെ കണ്ണീരിൽ ആഴ്ന്ന് ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കതറി വളരെ കരഞ്ഞുകൊണ്ട് നാഗകന്യ നാഗരാജാവിനോട് സങ്കടം പറയുകയാണ്. അങ്ങനെ സങ്കടം പറയുന്ന സമയത്ത് നാഗരാജാവ് പറയും, എന്തായാലും ദുഃഖിക്കണ്ട, ഭഗവാനെ വിചാരിച്ച് പാപത്തവെന്ന തമിഴിൽ പറയുക, ഭയങ്കരമായ തപം ചെയ്യുക. ആണ്ടവനെ പറഞ്ഞ മുരുകനെ വിചാരിച്ച് കഠിനമായ തപസ്സും ചെയ്യുക. അങ്ങനെ തപസ് ചെയ്താൽ നമ്മുടെ ഈ കുട്ടികളില്ലാത്തതിന് ഒരു പരിഹാരമുണ്ടാകുമെന്ന് നാഗരാജാവ് നാഗകന്യയോട് പറയുകയും അതനുസരിച്ച് നാഗലോക പട്ടണത്തിൽ കൊടിയമായ തപസ്സിൽ നാഗകന്യയും നാഗരാജാവും ഇരിക്കുകയും ആ തപസ്സിൻ്റെ ഫലം കൈലാസം തന്നെ മുഴങ്ങുന്ന തരത്തിലൊരു ആ തപസ് ആ അന്തരീക്ഷത്തിൽ അലയൊലി മുഴക്കുകയും ഇതറിഞ്ഞ് ശിവനും പാർവതിയും പടിയളക്കാൻ പോകുന്ന ഒരു സമ്പ്രദായമുണ്ടായിരുന്നു. ആ പടിയളക്കാൻ പോകുന്ന സമയത്ത് ഈ നാഗലോക പട്ടണത്തിലൂടെ വരികയും ഇങ്ങനെ ഈ കൊടിയ തപസ്സും ചെയ്യുന്ന നാഗരാജാവിനെയും നാഗകന്യയും കാണുകയും ചെയ്തു. ആ സമയത്ത് പാർവതി ശിവനോട് പറയുന്നു, ഇവരിങ്ങനെ കുട്ടികളില്ലാതെ തപസ് ചെയ്യുകയാണ്, ഇവർക്കൊരു കുട്ടികളെ കൊടുക്കണം നമ്മളെന്ന് പറയും. ആ സമയത്ത് ശിവൻ പാർവതിയോട് തിരിച്ച് പറയുകയാണ്, ഇവർ മുൻ ജന്മത്തിൽ ഇവരുടെ മുന്നാണ്ട് ജീവിച്ച ഇവരുടെ അച്ഛൻ അമ്മ അവരൊക്കെ 7 കുട്ടികളെ നല്ല തങ്കാൾ ചെയ്ത പോലെ കുട്ടികളെ കിണറ്റിലിടുകയും ചെയ്തിരുന്നു. അതിൻ്റെ പാപഫലമാണ് ഇവർക്ക് ഈ ജന്മത്തിൽ കുട്ടികളില്ലാത്തതെന്ന് പാർവതി ദേവിയെ ഓർമ്മപ്പെടുത്തുന്നു. ആ സമയത്ത് പാർവതി ദേവി ഭയങ്കരമായ കോപാഗ്നം കൊണ്ട് നിങ്ങൾ ഭർത്താവിനോട് പറയും, ഭർത്താവ് വരം കൊടുത്തില്ലെങ്കിൽ, അതായത് ശിവൻ വരം കൊടുത്തില്ലെങ്കിൽ ഞാൻ തന്നെ അവർക്ക് നേരിട്ട് വരം കൊടുക്കും എന്ന് പറയുന്ന സമയത്ത് ശിവൻ പറയും, നീ ആൺകുളന്തയ്ക്ക് വരം കൊടുത്താൽ ആണ്ടുപോവുകയും പെൺകുളയ്ക്ക് വരം കൊടുത്താൽ നീ പിരിന്തിരിക്കുകയും ചെയ്യുമെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. ആ സമയം ഇതൊന്നും കേൾക്കാതെ തന്നെ പാർവതി ദേവി ഇവർക്ക് മക്കൾ വരം അല്ലെങ്കിൽ കുട്ടികളുടെ വരം കൊടുക്കുകയാണ്. അങ്ങനെ അവരുടെ വരത്തിൻ്റെ ശക്തി അനുസരിച്ച് ഈ നാഗകന്യക ഗർഭം ധരിക്കുകയും അത് 1-ാം മാസം അങ്ങനെ ഊരറിയെ പറഞ്ഞ് അവരുടെ ഈ ദേശമറിയുകയും 2-ാം മാസം അവർക്ക് ഗർഭം ആയത് ജനങ്ങളറിയുന്നു, 3-ാം മാസം വേറെ തരത്തിലറിയുന്നു, 4-ാം മാസം നടക്കാൻ വയ്യാതാകുന്നു, 5ഉം 6ഉം 7ഉം 8ഉം 9ഉം 10ഉം മാസം അങ്ങനെ പോയി 10ാമത് മാസം ഇവർ നാഗകന്യ ആയതുകൊണ്ട് മുട്ടയിടുകയാണ്. അങ്ങനെ മുട്ടയിട്ട് 40 ദിവസം അതിൽ അടയിരുന്ന് 41ാമത്തെ ദിവസം സൂര്യൻ്റെ കിരണങ്ങളേറ്റ് അത് പൊട്ടിത്തെറിക്കുകയും അതിൽ നിന്ന് ഈ പാമ്പ് മുട്ടയിട്ട കുട്ടികൾ പാമ്പിടാതെ വീരച്ചടയും വീരപ്പല്ലും വിരിച്ചാടും മുടിയുമായി 7-8 പെൺകുട്ടികൾ അതിൽ നിന്ന് പിറക്കുകയാണ്. അങ്ങനെ 8 പെൺകുട്ടികൾ പിറക്കുകയും ഈ 8 പെൺകുട്ടികൾക്ക് 3 വർഷമാകുമ്പോൾ മുടിയടച്ച്
8 പേർക്കും പേരിടുന്നു നാഗലോകത്തിൽ. അങ്ങനെ ഒന്നാമത്തേവർക്ക് ഉച്ചിമാരിയെന്നും രണ്ടാമത്തവർക്ക് ചന്ദനമാരിയെന്നും മൂന്നാമത്തെ കുട്ടിക്ക് മുപ്പുടാതിയെന്നും നാലാമത്തെ കുട്ടിക്ക് നാഗലോകമെന്നും അഞ്ചാമത്തെ കുട്ടിക്ക് അഞ്ചിയമ്മാളെന്നും ആറാമത്തെ കുട്ടിക്ക് ദുർഗയെന്നും ഏഴാമത്തെ കുട്ടിക്ക് മുപ്പുടാതിയെന്നും എട്ടാമത്തെ കുട്ടിക്ക് മാരിയമ്മയും എന്ന് പേരിടുകയും അങ്ങനെ ഓരോ ദേശത്തിൽ പോയി ഇരിക്കുകയും അങ്ങനെ ലോകത്തിൽ മാരിയമ്മ അങ്ങനെയാണ് ജനിച്ചതെന്ന് ഒരു ചെറിയ വിവരണം എനിക്ക് തരാൻ സാധിക്കുന്നത്.